ശിവകാശിക്ക് തീപ്പെട്ടിയുടെ മരുന്ന് വാങ്ങാൻ വേണ്ടി എന്നെ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞയച്ചു. ശിവകാശി പോയി മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് സിനിമാ നടനാവാന്നുള്ളതാണ്. ശിവകാശി പോയാൽ എന്തായാലും സിനിമാ നടനാവാൻ പറ്റില്ല. ഒരു ജീവിതം മുഴുവനും ഈ തീപ്പെട്ടിയുടെ മരുന്നും തീപ്പെട്ടിക്കുള്ള പേപ്പറും ഇതൊക്കെ ആയിട്ടൊരു ജീവിതം മുഴുവനും പോവും എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തു. തീവണ്ടിയിൽ വെച്ചിട്ട് ശിവകാശിക്ക് തൽക്കാലം പോകണില്ല, മദിരാശിയിൽ പോവാം. മദിരാശിയിൽ പോയാൽ സിനിമാ നടനാവാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കോടമ്പക്കം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. ഞാൻ നേരെ എൻ്റെ സുഹൃത്തും എൻ്റെ സഹപാഠിയായിട്ടുള്ള എൻ്റെ നാട്ടുകാരൻ മോഹനെ കാണാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ഉമാ ലോഡ്ജിലെത്തി. ഞാനിങ്ങനെ ഉമാ ലോഡ്ജിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി. അപ്പം മോഹനാണെങ്കിൽ വലിയ നിലയിലാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. മോഹൻ എന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ ഈ ലോഡ്ജിൻ്റെ താഴെ വന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മോഹൻ ഉയർന്ന നിലയിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അവിടുന്ന് രണ്ടാമത്തെ നിലയിൽ മോഹൻ ഇങ്ങനെ വരാന്തയിൽ നിന്ന് എന്തോ തിന്നുകൊണ്ടിരിക്കുകയാണ്. മോഹനെ നോക്കി ഞാൻ വിളിച്ചു, മോഹനാ എന്ന് വിളിച്ച വഴിക്ക് മോഹൻ പെട്ടെന്ന് എന്നെ കാണുകയും സ്തംഭിച്ച പോലെ ഒറ്റ നിൽപ്പ് നിൽക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ സിനിമയിൽ ഫ്രീസ് ചെയ്ത് നിൽക്കുക. ഒരു വലിയ സംഭവം, പെട്ടെന്ന് ഒരാൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരാളിങ്ങനെ അന്തം വിട്ട് ഒരനക്കമില്ലാതെ നിൽക്കുന്ന പോലെ മോഹനം നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരു പക്ഷേ പണ്ട് ശ്രീകൃഷ്ണൻ കുചേലനെ കണ്ടപ്പോൾ ഉണ്ടായ അതുപോലെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മോഹൻ ആ നിൽപ്പ് തന്നെ നിന്നു. ഞാൻ കോണി കയറി മുകളിലെത്തി മോഹൻ്റെ അടുക്ക വന്നു. എന്നിട്ട് മോഹനൊന്നും മിണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇയാൾക്ക് വല്ലതും പറ്റിപ്പോയി, എന്ത് പറ്റി, ഇത്രയും വലിയ നിലയിൽ നിൽക്കുന്ന ഇദ്ദേഹം എന്താണ് ഒന്നും മിണ്ടാത്തത്, ഇദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തിനെ മറന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി അതല്ല, ഇദ്ദേഹം ഒരു പക്ഷേ എത്രയോ കാലമായി ഇന്നസെൻറ്റിനെ കണ്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആശ്ചര്യമായിട്ട് ചിലപ്പോൾ നിൽക്കുകയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. മോഹൻ പറയുന്നതിനേക്കാളും മിണ്ടുന്നതിനേക്കാളും മുമ്പ് ഞാൻ തന്നെ പറഞ്ഞു, മോഹന ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല. അത് കേട്ട വഴിക്ക് മോഹനൊരു എക്കിള് വന്നു. നിങ്ങൾക്കറിയാം, ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ആ എക്കിള് വന്ന വഴിക്ക് ഞാൻ തന്നെ ഓടിച്ചെന്ന് മുറിക്കകത്ത് കയറി ഒരു കൂജയിൽ നിന്ന് വെള്ളം എടുത്ത് മോഹന് കൊടുത്തു. മോഹൻ ആ വെള്ളം കുടിച്ചു. പക്ഷേ മോഹൻ്റെ സ്വപ്ന നാഡികൾ തളർന്നു പോയി. കാരണം മോഹൻ തന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കഷ്ടപ്പാട് എന്താണെന്നുള്ളത് എനിക്ക് അന്നറിയില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും പറഞ്ഞു, മോഹന ഞാൻ ശിവകാശിക്ക് ആണ് ഞാൻ പോകാൻ പോയത്. പക്ഷെ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. ശിവകാശിയേക്കാളും നല്ലത് മദിരാശി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തുവിടന്നു നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി. ആരായിരിക്കും? യേശുദാസ് ആയിരിക്കൂ. അങ്ങേർക്കൊക്കെ ഇപ്പൊ സ്വന്തം വീടായി കാണും. ജയചന്ദ്രൻ ഇവിടെ ഒരു ലോഡ്ജിലാന്നാ കേട്ടിട്ടുള്ളത്. ഇവിടെ എങ്ങനെ ആയിരിക്കുമോ? പക്ഷെ ശബ്ദം റെക്കോർഡ് ചെയ്ത ശബ്ദമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ശരിക്കുള്ള സ്വരം ഇതായിരിക്കും. എന്തായാലും ഒന്ന് മുട്ടി നോക്കാം. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. മുട്ടാൻ തന്നെയാണല്ലോ ഞാൻ അങ്ങോട്ട് കെട്ടിയെടുത്തത്. മൂടൽ മഞ്ഞുമൂല കച്ച കെട്ടിയ മുത്തണി. പ്രൊഡ്യൂസർ, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, ഇത് മൂന്നാകാൻ വഴിയില്ല. പ്രൊഡക്ഷൻ മാനേജറോ അറേഞ്ചറോ. ഞാൻ ഇന്നസെന്റ്, അസോസിയേറ്റ് ഡയറക്ടർ മോഹന്റെ ഗസ്റ്റാണ്. മദ്രാസിലേക്ക് വല്ല ഇന്റർവ്യൂവിന് വന്നതായിരിക്കും അല്ലേ? ഇന്റർവ്യൂ? അതെ. എവിടെയാ? മോഹൻ ഇന്ന് ഷൂട്ടിംഗ് ഉണ്ട്. രാത്രി വന്നിട്ട് പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ത്? ആരുടെ അടുത്തുനിന്ന് തുടങ്ങണമെന്ന്. എത്ര പ്രൊഡ്യൂസർമാരെയും ഡയറക്ടർമാരെയും കണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞാലാ ഒരവസരം ഒത്തു കിട്ടുന്നേ. അപ്പൊ ചാൻസ് ആണ് അല്ലേ? അതെ. അല്ല, അതിന്റെ പേര് ഇന്റർവ്യൂ എന്നാണല്ലോ. അതിന് പേര് ഇന്റർവ്യൂ എന്നല്ല, ചാൻസ് തേടി തിണ്ണനിറങ്ങലെന്നാണ്. ശരിക്കുള്ള ഇന്റർവ്യൂ ഒന്നാണ് ഞാൻ വന്നു പെട്ടത് ഈ ലോഡ്ജിൽ. ഇതിൻ്റെ അകത്ത് മുഴുവൻ അവസരം കാത്തു കഴിയുന്ന സിനിമാഭ്രമക്കാരാണ്. വല്ലപ്പോഴെങ്കിലും പണിയുള്ളത് മോഹനും ആ KG ജോർജിനും തിരുവല്ല ബേബിക്കും അലോഷ്യസിനൊക്കെയാണ്.
മകരത്തിനും സംക്രാന്തിക്കും തൊടുപുഴ രാധാകൃഷ്ണനും. ബാക്കി ഞാനടക്കമുള്ളവർ ഊഴം കാത്തിങ്ങനെ നിരങ്ങൽ തന്നെ. ഇൻ്റർവ്യൂവിന് വന്നിട്ട് അപ്പം ജോലി കിട്ടിയില്ല അല്ലേ? അതൊരു കഥയാണ് ഇഷ്ട. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ബെസ്റ്റ് സിംഗറായിരുന്നു. അത്യാവശ്യം വാസനയുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2-3 ദിവസം റിസൾട്ട് അറിയാൻ വേണ്ടി ഇവിടെ തങ്ങി. എൻ്റെ കഷ്ടകാലത്തിന് ഒരു ദിവസം ഇവിടെ ചിലർ തണ്ണി അടിക്കുന്നതിൻ്റെ ഇടയിൽ ചെന്ന് ഞാൻ പെട്ടു. ഒന്നുകിൽ കൂടെ കുടിക്കണം, അല്ലെങ്കിൽ ഒരു പാട്ട് പാടണം എന്നായി. ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു. ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് പോയി തുലയട്ടെ, എനിക്ക് സംഗീതമാണ് വിധിച്ചിട്ടുള്ളത്, അത് വിട്ടേച്ച് റെപ്രസെൻറ്റേറ്റീവ് പണിക്ക് പോയാൽ കാല് തല്ലി ഓടിക്കുമെന്ന്. പിറ്റേന്ന് നേരം വെളുത്ത് അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പാർട്ടിക്കാരും സിനിമാക്കാരൊന്നുമല്ല. ചെന്ന് നോക്കിയപ്പോൾ ഇൻ്റർവ്യൂ ഗോപി. കള്ളിൻ്റെ പുറത്താണെങ്കിലും അവർ പറഞ്ഞതെൻ്റെ ചങ്കിലുടക്കിയിരുന്നു. ഒന്ന് പരീക്ഷിച്ച് കളയാന്ന് വെച്ച് രണ്ടും കൽപ്പിച്ച് ഞാനിവിടെ അങ്ങ് കൂടി. എന്നിട്ട് ചെരിപ്പും 3 മാസം കൊണ്ട് 4 ജോഡി മാറിയേ. അതെന്തേ? നടന്ന് തേഞ്ഞിട്ടേ. പ്രൊഡ്യൂസർ, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, പാട്ടെഴുത്തുകാരൻ, അങ്ങനെ നീണ്ടു കിടക്കല്ലേ നേരാ. ഓരോരുത്തരെയും ഒന്ന് കണ്ടു മുട്ടാൻ തന്നെ വേണം 2 കൊല്ലം. അല്ല, പേര്? കിഷോർ കുമാർ. അയ്യോ, ആ പേരിൽ ഹിന്ദിയിലൊരു വലിയ പാട്ടുകാരനില്ലേ? അത് കിഷോർ കുമാർ ബോംബെ. അദ്ദേഹവും പാടട്ടെ. അപ്പോൾ ആളുകൾക്ക് നിങ്ങളെ തമ്മിൽ മാറിപ്പോവില്ലേ? മാറിപ്പോവാനായിട്ട് എൻ്റെ ഇഷ്ട. ഞാനൊന്ന് പാടി തുടങ്ങട്ടെ ആദ്യം. എന്നിട്ടൊരു സെറ്റപ്പ് ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ കിഷോർ കുമാർ കേരള എന്ന് വെക്കാം. എന്തി അല്ല, ഇവിടെ ചെലവിനൊക്കെ എങ്ങനെയാ? വീട്ടിലെല്ലാവർക്കും ദേഷ്യം എന്നോട്, അമ്മയ്ക്ക് ഒഴുകി. പാത്തും പതുങ്ങിയും എന്തെങ്കിലും അമ്മ അയച്ചു. തനിക്ക് പിന്നെ ആ വറി വേണ്ടല്ലോ, മോഹനുണ്ടല്ലോ ഗോഡ് ഫാദറായിട്ട്. പക്ഷേ മോഹൻ ശ്രമിച്ചാലും ചാൻസ് തടയണമെന്നുണ്ടെങ്കിൽ തൻ്റെ ഈ കുനിഷ്ട് പേരൊന്ന് മാറ്റണം. തൻ്റെ മുഖത്തിന് തീരെ ഇണങ്ങണില്ല ഈ പേര്. നല്ലൊരു ഹിന്ദു നെയിം സെലക്ട് ചെയ്തോളൂ, അതേ ചെലവാകൂ. എന്താ മുനിയപ്പ? அந்தோணி சார், பெரியசாமி சொன்னாரு சாயந்தரத்துக்குள்ள வாடகை கொடுக்கலன்னா பெட்டியும் சாமான் தூக்கி வெளியே போடுன்னு. പോസ്റ്റ്മാൻ വരാൻ ടൈം ആകലേ? சார், அந்த வார்த்தை சொல்ல ஆரம்பிச்சிட்டு ரொம்ப நாள் ஆச்சு. ஏன் போஸ்ட்மான் வரலே? போஸ்ட்மேன் டெய்லி வந்து போயிட்டு தான் இருக்கு. ஏதாவது யாராவது அனுப்பினா தானே உங்களுக்கு கிடைக்கிறதுக்கு. ശരി ശരി മുനിയപ്പ, നീ പോ. സായന്ത്രത്തുക്കുള്ള താനേ. பெரியசாமி சாயந்தரம் இருக்க மாட்டாரு, சின்னசாமி தான் இருப்பாரு. தெரியாதா? அவர் எவ்வளோ அசிங்கமா பேசுவாரு. ശരി ശരി, നീ പോ. തമിഴൊക്കെ നല്ല വശമായല്ലേ? ഏതോ ഒരു അന്തോണിയുടെ കാര്യം പറയുന്നിട്ടല്ലോ. ആരാ അത്? അന്ത അന്തോണിയും ഇന്ത കിഷോർ കുമാറും ഒന്നുതാൻ. ഞാൻ പറഞ്ഞില്ല ഇഷ്ട ഹിന്ദു നെയിം. അന്തോണി എന്ന് പറഞ്ഞ പേരും വെച്ച് ചാൻസ് വെച്ച് എന്ന സ്റ്റുഡിയോകളുടെ പരിസരത്ത് പോലും അടുപ്പിക്കില്ല. അപ്പ യേശുദാസോ? യേശുദാസ്, PJ, വിൻസെന്റ്, ജോസ് പ്രകാശ് അവരൊരു എക്സംഷനാണ്. താൻ ഭാരിച്ച കാര്യം ഒന്നും അന്വേഷിക്കണ്ട, ഒന്ന് പോ. എന്റെ സാധകം മുടങ്ങുന്നു. ശരി, പിന്നെ കാണാം. ശരി. മട്ടാഞ്ചേരിയിൽ നിന്നും ജ്ഞാനസുന്ദരിയുടെ കത്ത്. 10 കൊല്ലം മുമ്പ് ഒരു സിനിമയിൽ കണ്ടപ്പോൾ ഇന്നസെന്റിന് ഇതിൽ കൂടുതൽ പ്രായം തോന്നി. നാൾക്കുനാൾ ഇങ്ങനെ പ്രായം കുറഞ്ഞ് സുന്ദരനായി വരുന്നതിൻ്റെ രഹസ്യം എന്താണ്? എന്തായാലും ഈ ചോദ്യം എനിക്ക് എന്നോട് ഇതുവരെ ആരും ഇങ്ങനൊരു ചോദ്യം ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ പ്രായം കുറഞ്ഞ് വരുന്നു എന്ന് കേൾക്കുന്നതിനുള്ളൊരു സുഖം എനിക്ക് തോന്നുന്നു ഏത് മധ്യവയസ്കനും ഉണ്ടാവാം. അതെന്നെ സുഖിപ്പിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് ജ്ഞാനസുന്ദരി ഒന്ന് കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നല്ലത്. കാരണം എവിടെയോ ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യം ചോദിക്കില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ആലീസ് പറയാറുണ്ട് എന്നോട്, നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ, പണ്ട് കാണുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആലീസ് പറയുന്ന പോലെ തന്നെ ജ്ഞാനസുന്ദരിയും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ജ്ഞാനസുന്ദരിക്ക് എന്നോട് താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുക, അത്രയേ ഉള്ളൂ.